ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നലെ ചമ്മന്തിക്ക് അല്പം എരിവ് കൂടുതലായിരുന്നു. കഴിക്കാൻ വന്നവരാരൊന്നും പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി ചട്നിക്കായിരുന്നു ഡിമാൻഡ്. വെറുതെ പുകഴ്ത്തല്ലേ ജഗ? പുകഴ്ത്തിയതല്ല വന്ദനെ. ദേ, സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ടേസ്റ്റ് ഉള്ളത് ഇവിടെ എന്നും അമ്മ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിനാ. വന്ദന കേട്ടിട്ടില്ലേ, എന്നും അമ്മിയിൽ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിക്കും അമ്മയുടെ സ്നേഹത്തിനും രുചി കുറയില്ലെന്നാ. മതി പുകഴ്ത്തലൊക്കെ. ചമ്മന്തിയൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. തട്ടുകട കച്ചവടം ഒന്നുമില്ലെങ്കിലും മിനിമം ഒരു 1000 രൂപയെങ്കിലും എല്ലാ ചെലവും കഴിഞ്ഞ് കയ്യിൽ കിട്ടും. ഇനി പതിയെ ഇതൊക്കെ നിർത്തിയിട്ട് ഒരു ഹോട്ടലാക്കാം. ഇന്നത്തെ കാലത്ത് നല്ല ഫുഡ് കൊടുത്താ ഹോട്ടലൊക്കെ നല്ല വരുമാനാ. ആദ്യം നല്ലൊരു കടയെടുക്കണം. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം വേണം. എന്നാലേ ഈ കാലത്ത് ഹോട്ടലുകളിൽ ആളുകൾ കയറൂ. ഹോട്ടൽ വന്ദനം എങ്ങനെയുണ്ട് പേര്? പതിയെ പതിയെ ഹോട്ടൽ വളരുന്നു, ബ്രാഞ്ചുകൾ കൂടുന്നു. വന്ദനം ഫുഡ്സിന് എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകൾ തുറക്കുന്നു. അങ്ങനെ എന്നിട്ട് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് ഇത് മാറുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. വലിയ വലിയ സ്വപ്നങ്ങളാണല്ലോ ജഗന്. അല്ല, ജഗൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതിനുള്ള യോഗ്യത ജഗനുണ്ട്. ഞാൻ ജഗന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയതാ ജഗനെ താഴേക്ക് പിടിച്ചു വലിച്ചത്. എന്താ വന്ദന ഇത്? വന്ദനെ, എന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയപ്പോ മുതല ഈ ജഗൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. ജീവിതമല്ല, ജീവിതത്തിന്റെ കയ്പ്. എന്താ വന്ദന നീ ഇങ്ങനെ? ജഗന്റെ അച്ഛന് ജഗൻ ഇവിടെ നിൽക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിപ്പോ അച്ഛമ്മയെ തനിച്ചാക്കി ജഗന്റെ വീട്ടിലേക്ക് വരാനും പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ അമ്മ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. വന്ദനെ, അമ്മ വിളിച്ചത് വന്ദനയുടെ അച്ഛന്റെ അമ്മയുടെ കാര്യം അറിയാൻ തന്നെ ആയിരിക്കും. അല്ലാതെ. ശരിയാണ്, പക്ഷേ ഒരു പക്ഷേയില്ല. ആദ്യം അച്ഛനും അമ്മയും തിരിച്ചു വരട്ടെ. ദേ, അതിനുശേഷം തീരുമാനിക്കാം ബാക്കിയൊക്കെ. ജഗ, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. എന്റെ അച്ഛനമ്മയും അവര് ജീവിച്ചിരിപ്പുണ്ടോ? അതോ വന്ദനെ, എന്താ ഇത്? കൊച്ചു പിള്ളേരെ പോലെ. മാനത്തെ കൊട്ടാ